ചേട്ടാ, നമ്മുടെ നിലവിലെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ട്വിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കോർപ്പറേറ്റ്, അങ്ങനെ തന്നെ നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കേണ്ടി വരും. അദ്ദേഹം BJPയുടെ കേരളത്തിന്റെ ഒരു തലപ്പത്തേക്ക് വരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് തലസ്ഥാനം BJPയുടെ കൈകളിലേക്ക് പോകുന്നതാണ്. ഇപ്പോ പ്രധാനമായിട്ടും രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു അഭിമുഖമാണ് പുറത്തേക്ക് വരുന്നത്. അതിനകത്തിൽ തന്റെ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന മാസ്റ്റർ പ്ലാൻ അത് നല്ല രീതിയിലുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. BJPയുടെ അടുത്ത നീക്കങ്ങൾ എന്താണെന്ന് നമുക്ക് ആ ഒരു അഭിമുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഒരുക്കി വെച്ചിരിക്കുന്ന അടുത്ത ഈ പറയുന്ന 2026 മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്? അല്ല, നമ്മൾ നാളിതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പ്രസിഡന്റ് ആയ ശേഷം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള തന്ത്രമാണ് അവർ ഏറ്റവും കൂടുതൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്. BJP എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് BJP എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ പാർട്ടിയല്ല, എല്ലാ ജാതി മതസ്ഥരുമുള്ള പാർട്ടിയാണ്. മുസ്ലിങ്ങൾ പേടിക്കേണ്ടതില്ല, ക്രിസ്ത്യൻസ് പേടിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം ചെറുതായിട്ടെങ്കിലും കേരള സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ഇപ്പോൾ PC ജോർജ്, അദ്ദേഹത്തിൻ്റെ മകൻ ജോർജ് കുര്യൻ, അനൂപ് ആൻ്റണി, ഇങ്ങനെ എത്രയോ നേതാക്കൾ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ക്രിസ്മസിന് പോയിരിക്കുന്ന എവിടെയാ? ഡൽഹിയിൽ പള്ളിയിൽ പോയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ കൊച്ചിയിൽ ശ്രദ്ധിച്ചു 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി ഘടകകക്ഷിയായിട്ട് കൂടെ വരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ക്രിസ്ത്യൻ സമൂഹത്തിന് അല്ലെങ്കിൽ താമരയ്ക്ക് കുത്താൻ മടിക്കുന്നവർക്ക് ഘടകകക്ഷികളെ കൊണ്ട് അവരിലൂടെ വോട്ട് നേടുക. ചേട്ടാ, അതോടൊപ്പം തന്നെ മറ്റൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരാള് ഈ പറയുന്ന കേന്ദ്രമന്ത്രിയായിട്ട് പോകുന്ന സമൂഹത്തിലെ ആളാണ്. അപ്പൊ അന്ന് പത്രമാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത ഒരാളായിരുന്നു സുരേഷ് ഗോപിയെ. നമുക്കറിയാം, സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുള്ള പദവികളും നമ്മൾ കണ്ടതാണ് കേന്ദ്രമന്ത്രി സ്ഥാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത്. കാരണം താമര വിരിയിച്ചതാണ്, കഷ്ടപ്പെട്ടാണെങ്കിലും ഒരുപാട് ട്രോളുകൾ ഉണ്ടാക്കിയാണെങ്കിലും ട്രോളുകൾ കിട്ടിയാണെങ്കിലും തൃശ്ശൂരിൽ താമര വിരിയിച്ച ആളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാം. പക്ഷെ ആരാണ് ഈ ജോർജ് കുര്യൻ? അയാൾ എന്താണെന്ന് പത്രമാധ്യമങ്ങളും അതേപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തൊരു അവസരമായിരുന്നു. അപ്പോഴും നമ്മൾ കേട്ടൊരു കാര്യമാണ് ന്യൂനപക്ഷത്തിനെ ഞങ്ങളോടൊപ്പം നിർത്താനായിട്ടുള്ള ഒരു തുറുപ്പ് ചീട്ടാണ് ഈ പറയുന്ന ജോർജ് കുര്യൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാള്, അല്ലെങ്കിൽ അയാളെ നമ്മൾ ശ്രദ്ധിക്കുന്നത് തന്നെ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആ ഒരു ത്രികോണ പോരാട്ടം. അപ്പുറത്ത് നിന്ന് ശശി തരൂരായിരുന്നു, ഇപ്പുറത്ത് നമ്മൾ ത്രികോണം പറയാൻ കഴിയില്ല. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ത്രികോണം ഒന്ന് പറയാൻ വലിയ റോൾ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു ഹൈപ്പിൽ നിന്നുകൊണ്ടിരുന്നത്. 2 താമരയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, പക്ഷെ കിട്ടിയത് ഒരു താമരയായി പോയി. അങ്ങനെയാണ് BJPയുടെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാള് അയാളുടെ തിരുവനന്തപുരത്തെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ പുള്ളിയുടെ ആ ഒരു പ്രസംഗങ്ങളാണെങ്കിലും അതിൽ താൻ തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരംകാർക്ക് കൃത്യമായി അറിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കാനുള്ള ഒരു പ്ലാനിങ് അയാൾക്കുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യം, അയാളൊരു കോർപ്പറേറ്റ് അല്ലേ, അപ്പൊ അയാൾക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാം. അയാൾ വലിയ രീതിയിലൊരു IT ഹബ്ബൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന കോർപ്പറേറ്റ് രീതിയിലുള്ള, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളിലൊക്കെയാണ് ഇദ്ദേഹത്തിന് കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ടായിരുന്നതും. അപ്പൊ അങ്ങനെയാണ് ഇയാൾ എല്ലാവരെയും കൈകളിലെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെ പിടിച്ച് കേരളത്തിൽ ഇതിനു മുൻപ് ഈ പറയുന്ന സ്ഥാനത്തുണ്ടായിരുന്നത് സുരേന്ദ്രൻ ആയിരുന്നു. സുരേന്ദ്രൻ വളരെ ഒരു തോൽവിയായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ തോൽവിയൊന്നുമല്ല, അല്ല, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും യുവാക്കൾക്ക് ഇഷ്ടമുള്ള നേതാവ് കൃത്യമായിട്ട് അയാളാണെങ്കിൽ പോലും കൃത്യമായി ഓരോ സർക്കാരിൻ്റെതാണെങ്കിലും എല്ലാം ഈ പറയുന്ന ചൂണ്ടിക്കാണിച്ച സമരങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയൊരു നേതാവായിരുന്നു സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഈ പറയുന്ന തലപ്പത്തേക്ക് എത്തുന്നതും, പിന്നീട് ഒരു ട്വിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല ഈ പറയുന്ന BJP വേരോട്ടം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പല നേതാക്കന്മാരും അവിടെ മത്സരിച്ച് നല്ല രീതിയിൽ വോട്ട് ഷെയർ കൂട്ടിയിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ആ തലസ്ഥാനം തദ്ദേശത്തിൽ പൂർണ്ണമായും BJPയുടെ കൈകളിലേക്കാണ്. അപ്പോ ഇപ്പൊ കുറെ അധികം, അല്ലെങ്കിൽ അതിനുശേഷം ഈ പറയുന്ന തദ്ദേശത്തിലും തിരുവനന്തപുരം മാത്രമായിരുന്നില്ല, നമ്മൾ പലരും പറഞ്ഞു കേട്ടൊരു കാര്യമായിരുന്നു കോട്ടയം, അതേപോലെ തന്നെ ആലപ്പുഴ, പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ ഒരു പിടി സ്ഥലങ്ങൾ കൂടെ BJP പൂർണ്ണമായും, അല്ലെങ്കിൽ BJP ആണ് അവിടെ ജയിക്കുന്നത് എന്ന തലങ്ങളിലേക്ക് മാറ്റും എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഈ ഒരു അഭിമുഖത്തിലാണെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരോട് ചോദിക്കുന്നുണ്ട്, തിരുവനന്തപുരം
ഏകദേശം അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ BJP എന്ന് പറയുന്ന ഒരു മുഖത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, തിരുവനന്തപുരം ശരിക്കും CPM ഭയക്കുന്നുണ്ട് BJP. കാര്യം CPM തന്നെയാണ് ശരിക്കും BJPക്ക് അവിടെ ഒരു എൻട്രൻസ് ഉണ്ടാക്കത്തക്ക രീതിയിൽ CPMനുണ്ടായ അപജയമാണ് BJPയുടെ ജയമായി മാറിയത്. തീർച്ചയായും. കാരണം BJPയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപുണ്ടായിരുന്ന ഇലക്ഷനുകളിലൊക്കെ പലയിടത്തും 2ാം സ്ഥാനത്തേക്കായിരുന്നു BJP വന്നുകൊണ്ടിരുന്നത്. കാരണം കൃത്യമായി അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കൃത്യമായി മണ്ഡലം പിടിക്കുമെന്ന രീതിയിലേക്ക് BJP വളരുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതിരുന്നതും അല്ലെങ്കിൽ അത്രയധികം ശ്രദ്ധ കൊടുക്കണ്ട എന്ന് പറഞ്ഞതും ഇതിൽ നമ്മൾ ഒരു ചെറിയ കാര്യം പറയേണ്ടി വരും. അതായത് നമ്മൾ ഈ പറയുന്ന ജില്ലകൾ അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരം, ആലപ്പുഴ, ഏതൊക്കെ ജില്ലയായിരുന്നു പറഞ്ഞത്? തിരുവനന്തപുരം, ആലപ്പുഴ, പാലക്കാട്, അതേപോലെ തൃശ്ശൂർ. ഈ 4 ജില്ലകളാണ്. ഇത് 4 ജില്ലകൾ നമ്മൾ ഒന്ന് ചെറുതായി ഒന്ന് പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരം നമ്മൾ പറഞ്ഞു അവരിപ്പോൾ ഏതെങ്കിലും കോർപ്പറേഷൻ പിടിച്ചെന്നുള്ള. ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ ഇപ്പൊ KC വേണുഗോപാലിന്റെ തൊട്ട് താഴെ വന്നു. അവിടെ 1.5 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 1 ലക്ഷത്തോളം വോട്ടുകളായിരുന്നു ശോഭയ്ക്ക് കിട്ടിയത്. അപ്പൊ AM ആരിഫ് എവിടെ പോയി? AM ആരിഫ് 3ാം സ്ഥാനത്തേക്ക്. തിരുവനന്തപുരത്ത് പിന്നെ 2ാം, അവർ തമ്മിലുള്ള വ്യത്യാസത്തായിരുന്നു. തരൂരും പിന്നെ രാജേന്ദ്രശേഖരനും തമ്മിലുള്ള നേരിയ വ്യത്യാസം മാത്രമാണ്. അതും കോസ്റ്റൽ ഏരിയയിലെ വോട്ടായിരുന്നു. പിന്നെ നമ്മൾ വേറെ പറഞ്ഞ ജില്ല ആലപ്പുഴ, തിരുവനന്തപുരം അല്ലാതെ അദ്ദേഹം പറഞ്ഞ തൃശ്ശൂരും പാലക്കാട് ഇത്തവണ ഏറ്റവും നല്ല മാറ്റമായിരിക്കും. ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. കാര്യം അവിടെ കുറച്ച് വിഭാഗീയതൊക്കെ ഉണ്ട് എങ്കിലും കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന, ഞാൻ പാലക്കാട് ഈ ഇലക്ഷൻ നടന്ന സമയത്ത് നമ്മുടെ ജോലിയുടെ ഭാഗമായി ഞാൻ പോയിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാർ അല്ല അവിടെ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആയിരുന്നു എന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ ഈ ഭൂരിപക്ഷത്തിനൊരു കുറവുണ്ടായിരുന്നേനെ. അപ്പോൾ പാലക്കാടും നമുക്കങ്ങനെ എഴുതി തള്ളാൻ കഴിയും. CPM 7 കീറാണ് പാലക്കാട്. അതുപോലെ തന്നെ തൃശ്ശൂര് ഈ പറയുന്ന പോലെ പത്മജ ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മറ്റൊരു പാളയത്തും പത്മജ കോൺഗ്രസ് പാളയത്തിലോ, BJPയിൽ സുരേഷ് ഗോപിയും പത്മജ കോൺഗ്രസിലുമായിരുന്നു. ഇത്തവണ സുരേഷ് ഗോപി കൂടെ ഉണ്ട്. പക്ഷെ സുരേഷ് ഗോപി എത്ര കണ്ട് ഈ പറയുന്നതിൽ MP ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒരു വലിയ ഘടകമാണ്. അദ്ദേഹം അവിടെ കൂടെ ഇറങ്ങുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖരന്റെ കോൺഫിഡൻസ് വളരെ നല്ലതാണ്. ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ഏകദേശം അവരുടെ തട്ടകം അല്ലെങ്കിൽ ആ രീതിയിൽ വോട്ട് ഭൂരിപക്ഷം ജനങ്ങൾക്ക് ആ ഒരു ചായ്വ് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. കാര്യം എന്ന് വെച്ചാൽ BJP ഇത്ര കണ്ട് വളരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. സത്യമാണ്. എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തോക്കാനായി നിർത്തിയാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് വിട്ടിരുന്ന കൂട്ടരുടെ ഇടയിൽ ഈ പറയുന്ന നമ്മളുമൊക്കെ ഇതൊക്കെ തോക്കാനായിട്ട് വെറുതെ നിൽക്കുവാണല്ലോ. ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന വളരെ വലിയ ഭൂരിപക്ഷം. പക്ഷേ ചേട്ടാ, ഈ പറയുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ തിരുവനന്തപുരം, ആലപ്പുഴ, പാലക്കാട് ഈ 3 മണ്ഡലങ്ങളും നമുക്ക് ഏറെക്കുറെ ഇവർക്ക് അത്യാവശ്യം വോട്ട് ഷെയർ കിട്ടുമെന്ന് തന്നെ അത് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ തൃശ്ശൂർ എന്ന് പറയുന്നത് ഏകദേശം ആടി ഉലയുന്ന രീതിയിൽ അല്ലെങ്കിൽ കയ്യാലപ്പുറത്ത് തേങ്ങ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അവിടെ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിലായിരുന്നു സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടായിരുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ രീതിയിൽ പങ്ക് അതിനകത്തുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ അതിനുശേഷം ചേട്ടൻ പറഞ്ഞ പോലെ പെർഫോമൻസ് അത്ര പോരാ. സുരേഷ് ഗോപിയുടെ അത്ര തന്നെ എന്താണ് വിളിച്ച് പറയുന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. തീർച്ചയായും അത് ഈ പറയുന്ന BJPയുടെ അകത്ത് തന്നെ ആണെങ്കിൽ ഒരു വലിയ അത്ര തന്നെ ആൾക്കാർക്ക് അത്ര അത് സ്വീകാര്യമല്ല. BJPക്ക് അകത്ത് ഉൾപാർട്ടി രാഷ്ട്രീയം വളരെയധികം അദ്ദേഹത്തിനെതിരെയാണ്. അതെ, ആ ഒരു രീതിയാണെങ്കിൽ തന്നെ ഇപ്പോ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന് സുരേന്ദ്രൻ 2 സീറ്റിൽ മത്സരിച്ചതിനോട് വലിയ അഭിപ്രായമില്ല എന്നുള്ളത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതുമയായ ഒരു കാര്യമൊന്നുമല്ല. 2 തവണ ഒരു അല്ലെങ്കിൽ 2 സിറ്റിംഗ് സീറ്റിലൊക്കെ ആൾക്കാർ മത്സരിക്കാന്ന് പറയുന്നത് അത് ഒരു രാഷ്ട്രീയ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ നമ്മൾ പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷെ അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം അതത്ര നല്ലൊരു കാര്യമായിരുന്നില്ല. ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു നല്ലൊരു നേതാവാണെങ്കിൽ 2 അല്ല 3 ആള് ഏത് സീറ്റിൽ അയാളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും അയാൾക്ക് അവിടെ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പലപ്പോഴും ഇവർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ജയത്തിന്റെ അപ്പുറത്തേക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്പോട്ടിൽ ഉണ്ടാവുന്ന ഒരു വളർച്ചയൊന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പലരും ഇവരോട് ചോദിക്കുന്നുണ്ട് 2026 നിങ്ങൾ ഭരണം പിടിക്കുമോ അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം ഇവർ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ സ്പോട്ടിൽ അങ്ങോട്ട് ചേഞ്ച് ആവുന്ന രീതിയൊന്നുമില്ല. അതെ, ഭൂരിപക്ഷം കൂട്ടിയെടുക്കുക, അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ അതിനൊരു സാധ്യത കയ്യിലെടുക്കും അല്ലെങ്കിൽ ആ ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പോലും. പക്ഷെ അതിനകത്തിൽ തന്നെ ഈ പറയുന്ന ഉൾപാർട്ടി രാഷ്ട്രീയം, അതേപോലെ ജനങ്ങൾക്ക് തെറ്റുപറ്റി പോയതാണോ അങ്ങനെ ഒരു അവസ്ഥ
മറ്റ് ജില്ലകളിൽ രൂപപ്പെടുന്നത്. ഒരു പകുതി ജില്ലകൾ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും അതേപോലെ ചില ജില്ലകളിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധത്തിലേക്ക് ഈ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് തിരുവനന്തപുരത്ത് അവർ നേടിയെന്ന് പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയപ്പോഴും വി രാജേഷ് മേയർ ആയതിനെ സംബന്ധിച്ച് നമുക്ക് അതോടെ പറയേണ്ടി വരും. വി രാജേഷ് ശരിക്കും ഗ്രാജുവലി സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തനമായി വന്നാണ് അദ്ദേഹം ഇവിടെ വരെ വന്നത്. അവർ ഈ പറയുന്ന പോലെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥ ശ്രീലേഖയെ കൊണ്ടുവരുന്നു, ശ്രീലേഖയെ മേയറാക്കാനായി ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ പൊളിറ്റിക്സ് ഇത്രയേ ഉള്ളൂ. BJP പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മധ്യവർഗത്തെ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന ശ്രീലേഖ മേയറാക്കാൻ നോക്കുമ്പോൾ രാജേഷിനെ മേയറായി കൊണ്ടുവരുന്നത് ആരാണ്? ഈ മുരളീധരനും ഈ പറയുന്ന സുരേന്ദ്രന്റെയും സ്ട്രെങ്ത് ആണ്. ഇദ്ദേഹത്തിനേക്കാളും മുന്നിൽ നിന്ന് അദ്ദേഹത്തെ എന്തായാലും ഒരു കോർപ്പറേറ്റ് ബുദ്ധിയെക്കാട്ടിലും എനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ തോന്നിയിട്ടുള്ളത് ഒരു കുറുക്കന്റെ ബുദ്ധിയാണല്ലോ. അല്ല, അദ്ദേഹം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഇത്രയേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ, മധ്യവർഗത്തിനെ കയ്യിലെടുക്കുന്ന സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന BJP കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യം. കേരളത്തിൽ ഇപ്പോൾ കൂലിത്തൊഴിലാളികളോ അല്ലെങ്കിൽ അത്തരത്തിൽ താഴെ തട്ടിൽ നിൽക്കുന്ന തൊഴിലാളികളോ എന്നുള്ള ഏതാണ്ടെല്ലാം മധ്യവർഗത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പം മധ്യവർഗത്തെ കയ്യിലെടുത്തുകൊണ്ട് വരും ഭാവിയിൽ റീസെൻ്റ് ആയിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നാലും അല്ലെങ്കിലും ഇപ്പോൾ ജോർജ് കുര്യനെ പറഞ്ഞു, അനൂപ് ആന്റണിയെ പറഞ്ഞു, നമ്മുടെ അൽഫോൺസ് കണ്ണന്താനമുണ്ട്, നിരവധി അങ്ങനെയുള്ളവരെയൊക്കെ ചേർത്തിട്ട് ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് തന്നെ കരുതാം. അവിടെയും ഉൾപാർട്ടി രാഷ്ട്രീയം ഉണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞതിൽ നമുക്ക് വായിച്ചെടുക്കാം.